നമ്മുടെ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഒട്ടും അടിസ്ഥാനമില്ലാത്ത, വിശ്വാസയോഗ്യമല്ലാത്ത, ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ ബിൻചേട്ടാ അതിൽ കൂടുതൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് വീഡിയോ കോളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നാണ് ഇപ്പോൾ ഭർത്താവ് പറയുന്നത്. ഓടിയെത്തിയപ്പോൾ കണ്ടത് തൂങ്ങി നിൽക്കുന്ന ഭാര്യ. കതവ് തുറന്നു കിടന്നുവെന്ന് പുതിയ തിയറി. ഇയാൾ കതവ് പൂട്ടിയിട്ടാണ് പോകുന്നത്, ഒരു താക്കോൽ മാത്രമേ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ കതക് തുറന്നു കിടന്നു, അപ്പോൾ അത് കൊലപാതകം എന്ന രീതിയിലാണ് പറയുന്നത്. അതുല്യ കെട്ടിത്തൂങ്ങി നിന്നത് മറ്റാരും കണ്ടില്ലെന്ന് ഭർത്താവും സമ്മതിച്ചിരിക്കുകയാണ്. വാദങ്ങൾക്ക് കരുത്ത് പകരാൻ ഒരു ഗർഭമലസൽ കഥയും പറഞ്ഞു. അതായത് അവൾ ഗർഭം അലസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുല്യ തന്നെ അടിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തൽ, ക്രൂരമായി മർദ്ദിച്ചുവെന്ന് തിരിച്ച് ഇയാളാണ് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത്. ഷാർജയിൽ ന്യായീകരണ ശ്രമം സജീവമായി നടക്കുന്നു. കൊലയാണെന്നത് സതീഷിൻ്റെ വെളിപ്പെടുത്തൽ തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഇത് കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുമാത്രമല്ല, ഈ അനിയത്തി പറയുന്നു, പിറ്റേന്ന് ജോലിക്കിടേണ്ട ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങൾ അതുല്യ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു സംശയം എല്ലാവരിലും ജനിപ്പിക്കുന്നുണ്ട്. അതുല്യയുടെ മരണത്തിൽ പുതിയ തിയറിയുമായി ഭർത്താവ് സതീഷ് ശങ്കർ. അതുല്യ ആരോ കൊന്നതാണെന്നാണ് സതീഷ് പറയുന്നത്. താൻ അറിയാതെ അതുല്യ അബോർഷൻ നടത്തിയെന്നും അതിൻ്റെ കാരണം തനിക്ക് അറിയണമെന്നും സതീഷ് പറയുന്നു. നേരത്തെ ഒറ്റ താക്കോലുള്ള വീട് അകത്തു നിന്നും പൂട്ടിയ ശേഷമാണ് താൻ പുറത്തു പോയതെന്ന് സതീഷ് പറഞ്ഞിരുന്നു. ഇതിലെ അസ്വാഭാവികത നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതായത് താൻ വന്നപ്പോൾ ഡോർ തുറന്നു കിടന്നുവെന്ന് സതീഷ് പറയുന്നു. കയറി നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഭാര്യയെ കണ്ടു. കെട്ടഴിച്ച് താഴെ ഇറക്കി. അതിനുശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി. പോലീസ് വന്നപ്പോൾ എല്ലാം പറഞ്ഞു. ആ മുറിയിലെ മാസ്കും കത്തിയും ലാപ്ടോപ്പും ഇരുന്ന സ്ഥലവും എല്ലാം സംശയത്തിൽ കാണുകയാണ്. സതീഷ് തന്നെ ഭാര്യയെ ഫോണിൽ വിളിച്ചെന്നും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. ഇതോടെ താൻ ഓടിയെത്തി കതക് തുറന്ന് കിടക്കുന്നതും കണ്ടുവെന്നെല്ലാം സതീഷ് മാധ്യമങ്ങളോട് പറയുകയാണ്. അടിമുടി സംശയങ്ങൾ ഉയർത്തുന്നതാണ് സതീഷിൻ്റെ വെളിപ്പെടുത്തൽ. അതുല്യ കെട്ടിത്തൂങ്ങി നിന്നത് മറ്റാരും കണ്ടില്ലെന്ന് കൂടി പറയുകയാണ് സതീഷ്. ആരോ തൻ്റെ ഭാര്യയെ കൊന്നുവെന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തിക്കാൻ ശ്രമം. പ്രദേശത്തെ CCTVകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സതീഷ് പറയുന്നു. അതുല്യ തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സതീഷ് ആരോപിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. മരിച്ച നിലയിലാണ് അതുല്യയെ കണ്ടെത്തിയത്. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും സതീഷ് പറയുന്നു. ഞാൻ ജീവിച്ച ജീവിതം എനിക്ക് മാത്രമേ അറിയൂ. സകല ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എന്നെ അകറ്റി. ഏതെങ്കിലും കൂട്ടുകാരുമായി അടുത്താൽ എന്തെങ്കിലും ചെയ്ത് അവളെ തടയും. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ചാവാൻ തയ്യാറാണ്. ഇന്നലെ അതുല്യ തൂങ്ങിയ അതേ ഫാനിൽ കൈലിയിട്ട് താനും കെട്ടി തൂങ്ങി. പക്ഷേ കാല് കട്ടിലേക്ക് വന്ന് സ്റ്റാൻഡ് ചെയ്തു എന്നാണ് സതീഷ് പറയുന്നത്. അതുല്യ ഗർഭം അലസിപ്പിച്ച് തന്നെ മാനസികമായി തളർത്തി. ഏത് ആശുപത്രിയിലാണെന്ന് അറിയില്ല. അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത്. അബോർഷൻ തനിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ പൈസയൊന്നും അയച്ചു കൊടുത്തില്ല. അവളുടെ സ്വർണത്തെക്കുറിച്ചൊന്നും താൻ ചോദിക്കാറില്ല. അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്താണ് നടന്നതെന്ന് തനിക്കും അറിയണമെന്നും സതീഷ് പറയുന്നു. ഏറെ തന്ത്രപരമായി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് സതീഷിൻ്റെ ശ്രമമെന്ന് വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം എന്തായാലും ചെയ്യാതിരിക്കത്തില്ലല്ലോ ഇത്രയും വലിയൊരു ഇത് നടക്കുമ്പോൾ. അതേ ഫാനില് കെട്ടിത്തൂങ്ങാനും അതേ കൈലിയിൽ കെട്ടിത്തൂങ്ങി അപ്പോഴേക്ക് കാല് നിലത്ത് ഇതിൽ കട്ടിലിൽ മുട്ടിയെന്ന്. അതെ, എന്റെ പൊന്നടിയാ, വല്ല വിശ്വാസയോഗ്യമായ കാര്യങ്ങളും വല്ലതും പറ. നാട്ടുകാർ ഉണ്ണുന്ന ചോറൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഷാർജയിലായതുകൊണ്ട് കേസ് കേരളത്തിലെ പോലെ ആയിരിക്കില്ല, കുറച്ച് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആരോ ഉപദേശിച്ചു കൊടുത്ത തന്ത്രമാണ് ഇദ്ദേഹം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതുല്യ തന്നെ പറഞ്ഞിട്ട് എന്നെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ പോകുന്നത്. അപ്പം ഒരു താക്കോലുള്ള ഫ്ലാറ്റിൻ്റെ ഇയാൾ പൂട്ടി താക്കോലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫ്ലാറ്റ് തുറന്നു വെച്ചിട്ടാണുള്ളതെന്ന് പറയാം. അതിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അടിസ്ഥാനം ഉണ്ടെന്നുള്ളത്. ഏതായാലും ശനിയാഴ്ച രാവിലെ ആയിരുന്നു തേവലക്കര, കൊല്ലം ചവറ തേവലക്കര സ്വദേശി അതുല്യ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സായിരുന്നു അതുല്യയ്ക്ക്. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു. ആ ദിവസം തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ സതീഷിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തു. കൊലപാതക കുറ്റം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അമ്മയുടെ അച്ഛൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെ അതു പോയി ഞാനും പോകുന്നു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ്. അതാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത്. ഈ പോസ്റ്റ് ഇട്ട ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടതെന്നും താനും ആത്മഹത്യാ ശ്രമം നടത്തിയതായും കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ വീഡിയോ കോളിലൂടെ ആത്മഹത്യാ ഭീഷണിയൊന്നും പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ അതും പറയുന്നു. ഇതെല്ലാമാണ് സതീഷിൻ്റെ വെളിപ്പെടുത്തലുകളെ ദുരൂഹമാക്കുന്നത്. അപ്പോൾ സതീഷ് ആദ്യം നടത്തിയ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാനിരുന്നതാണ്. സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു. തിരികെ വന്നപ്പോഴാണ് അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാൻ വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്.
അതുല്യ ശനിയാഴ്ച മുതൽ പുതിയ ജോലിക്ക് പോകാനിരുന്നതാണ്. അവൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കൊടുത്തിരുന്നു. പോകാനുള്ള വണ്ടിയുടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ആ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ വരെ കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ വയ്ക്കാനുള്ള കാശും കൊടുത്തിരുന്നു. എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൊടുത്തിരുന്നു. വീക്കെൻഡിൽ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട്, അത് ശരിയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്മാനിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഫ്ലാറ്റിന് ഒറ്റ ചാവിയേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് അകത്ത് നിന്ന് ലോക്ക് ചെയ്തു. ഞാൻ പുറത്തേക്ക് പോയി. 12:30-1 മണിയായപ്പോൾ ഞാൻ പോയിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച, അവൾ ഹാങ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കാലൊക്കെ ഇങ്ങനെ മടക്കി നിൽക്കുന്നതാണ്. അവൾക്ക് ചവിട്ടാവുന്ന ഹൈറ്റിലാണ് അവൾ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെപ്രാളത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച 3 പേര് പിടിച്ചാൽ അനങ്ങാത്ത എൻ്റെ കട്ടിൽ പൊസിഷൻ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞാൻ തന്നെയാണ്. ഞാനും ഇവിടെ ഹാങ് ചെയ്യാൻ ശ്രമിച്ചു. അതുല്യ എന്ന മൈൻഡ് സൈറ്റിൽ നിൽക്കുന്ന ഞാൻ അവൾ തൂങ്ങിയ അതേ ഫാനിൽ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവൾ തൂങ്ങിയതും എൻ്റെ കയ്യിൽ തന്നെയാണ്. അത് അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് സതീഷ് പറഞ്ഞത്. സ്കൂൾ ഗ്രൂപ്പുകളിൽ സതീഷ് കൂട്ടുകാർക്കായി വിശദീകരണ സന്ദേശം അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സതീഷ് ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വേറൊരു തൂങ്ങൽ നാടകമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കൂട്ടുകാരുമായിട്ടൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെയാണിത്. ഇവൾ മർദ്ദിക്കാറുണ്ട്. നമ്മൾ ഈ മർദ്ദനമൊക്കെ കണ്ടതാണല്ലോ. ഈ പെൺകുട്ടിയെ വളരെ ക്രൂരമായി ഇവൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പെൺകുട്ടി പേടിച്ച് വിറച്ചാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാവും, ഇവൻ്റെ കത്തിയൊക്കെ എടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ. അപ്പോൾ പിന്നെ ഈ പെൺകുട്ടിയുടെ കാര്യം പറയണോ? എന്നിട്ട് ആ പെൺകുട്ടി ഇവനെ ആക്രമിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെന്നേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെ കേസ് വന്നതിന് തൊട്ട് പുറകെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ എന്തായാലും ചെയ്യുക, ഇതിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. അതുല്യ എന്ന് പറയുന്ന കുട്ടി മരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം അവർ ശേഖരിച്ചിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് നിന്ന് സതീഷ് എന്ന് പറയുന്ന ആൾക്ക് ഊരിപ്പോവുക വളരെ പ്രയാസപ്പെട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നല്ല ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസുകൾ ഉപയോഗിച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ എഴുതി ചേർക്കാതിരിക്കാൻ ഈ കേസ് അന്വേഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എനിക്ക് ഈ കൊല്ലത്തെ കേസിൻ്റെ അല്ല, ഷാർജയിൽ എന്തായാലും കേസ് ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. ഈ ആത്മഹത്യയിൽ ഷാർജയിൽ കേസ് ഉണ്ടാകും. പ്രത്യേകിച്ച് അവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വളരെ വലിയ കുറ്റകരമായിട്ട് കാണുന്ന ഒരു രാജ്യമാണ്, അറബ് രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കേസ് വളരെ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ സ്ട്രോങ് ആയുള്ള കേസിന് ശേഷമായിരിക്കും ഈ കേരളത്തിലെടുത്തിരിക്കുന്ന കേസിലുണ്ടാകുന്ന ബാക്കി നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും ഈ കേസിൽ സതീഷ് എന്ന് പറഞ്ഞാൽ ആര് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് ഊരിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇനി പിന്നെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾ ഇനി ഇന്നത്തെ സംഭവത്തിൽ ഇയാൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഈ അതിന് മുന്നേ നടന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് വീഡിയോ എടുത്തിട്ട് മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, പിന്നെ അവൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത ഓഡിയോ സന്ദേശം ഉണ്ടല്ലോ, ഇതിന് എന്ത് ന്യായം പറയും ഇയാൾ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വളരെ മാന്യനാണ്, സൗമ്യനാണ്, ഞാനൊന്നും ചെയ്യാറില്ല, ഞാൻ കസേര എടുത്ത് പൊക്കിയത് വെറുതെ എക്സസൈസ് ചെയ്തതാണ്, അത് അവൾ കണ്ടപ്പോൾ പേടിച്ചതാണ്, കത്തി ഞാൻ വെറുതെ എടുത്തിട്ടൊന്ന് അതിന് മൂർച്ചയുണ്ടോ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാനുള്ള പരിപാടിയാണോ? ഇതൊന്നും നടക്കില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ തെളിവുകൾ എന്നതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ മുന്നിൽ ഒരു പച്ചയായ സത്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഉള്ളപ്പോൾ സതീഷ് എന്നല്ല, ഇങ്ങനെയുള്ള കേസുകൾ ചെയ്ത ആരും അതിനുശേഷം അപകടം നടന്നതിന് ശേഷം അല്ലെങ്കിൽ കൊലപാതകം നടന്നതിന് ശേഷം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വരുന്നതിനെ കൊണ്ടൊന്നും ഒരു ന്യായം ഉണ്ടാവില്ല. കേസിൻ്റെ വഴിക്ക് പോവുക. ആ കുടുംബത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ നമ്മളും തയ്യാറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.